കനത്ത മഴയെ തുടർന്ന് സൗദിയിലെ അസീറിൽ കാർ ഒഴുക്കിൽപ്പെട്ട് സ്കൂൾ പ്രിൻസിപ്പലും ഭാര്യയുമടക്കം 5 പേർ മരിച്ചു. ജിസാനിൽ 2 പേരും മഴക്കെടുതിയിൽ മരിച്ചു. സൗദിയിലെ മിക്ക പ്രദേശങ്ങളിലും ചൊവ്വാഴ്ച വരെ ശക്തമായ ഇടിമിന്നലിനും മഴയ്ക്കും സാധ്യതയുണ്ടെന്ന് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിച്ചു. ഇന്നലെ രാത്രിയോടെ പെയ്ത കനത്ത മഴയിലാണ് 5 മരണം. മഹായിലെ സൗദി സ്കൂളിലെ പ്രിൻസിപ്പലും കുടുംബവുമാണ് അപകടത്തിൽപ്പെട്ടത്. ജിസാനിൽ മരണപ്പെട്ട 2 പേരുടെ മൃതദേഹങ്ങളും ലഭിച്ചിട്ടുണ്ട്. ചൊവ്വാഴ്ച വരെ രാജ്യത്തിന്റെ മിക്ക പ്രദേശങ്ങളിലും മിതമായതോ കനത്തതോ ആയ ഇടിമിന്നലോടുകൂടിയ മഴയുണ്ടാകാൻ സാധ്യതയുണ്ടെന്നാണ് കാലാവസ്ഥാ നിരീക്ഷണ വിഭാഗം അറിയിക്കുന്നത്. കഴിഞ്ഞ ഏതാനും ദിവസങ്ങളിലായി സൗദിയിലെ മലയോര മേഖലയിൽ മഴ തുടരുകയാണ്. മക്കയിലും മദീനയിലും മഴ ലഭിച്ചിരുന്നു. വരും ദിനങ്ങളിലും മക്ക, ത്വായിഫ്, മൈസാൻ മേഖലയിൽ ശക്തമായ മഴ, വെള്ളപ്പൊക്കം, ആലിപ്പഴ വർഷം, ശക്തമായ കാറ്റ് എന്നിവയ്ക്ക് സാധ്യതയുണ്ട്. സിവിൽ ഡിഫൻസിന്റേതാണ് മുന്നറിയിപ്പ്. ജിദ്ദ, റാബിക്, ഗുലൈസ് എന്നിവിടങ്ങളിലും മഴയെത്തും. മദീന, അൽബാഹ, അസീർ, ജീസാൻ, നെജിറാൻ എന്നിവിടങ്ങളിലും നേരിയതോ അതിശക്തമായതോ ആയ മഴയും ആലിപ്പഴ വർഷവും പ്രതീക്ഷിക്കാം. ഹായിൽ, അൽ ഗസീം തുടങ്ങി കിഴക്കൻ പ്രവിശ്യകളിലും മഴ മുന്നറിയിപ്പുണ്ട്. വെള്ളപ്പൊക്കത്തിന് സാധ്യതയുള്ള പ്രദേശങ്ങളിലേക്കും വെള്ളക്കെട്ടുകളിലേക്കും പോകരുതെന്ന് സിവിൽ ഡിഫൻസ് ആവർത്തിച്ച് മുന്നറിയിപ്പ് നൽകി. സാബിത് സലീം, മീഡിയ 1, ജിദ്ദ. കനത്ത മഴയെ തുടർന്നുണ്ടായ വെള്ളപ്പൊക്കത്തിൽ പെട്ട് ഒമാനിലെ നിസ്വ വാദി തനൂഫിൽ ട്രക്കിങ്ങിന് പോയ 4 പേർ മരിച്ചു. ഒരാളെ ഗുരുതര പരിക്കുകളോടെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ശനിയാഴ്ച രാവിലെയാണ് അപകടമുണ്ടായത്. 16 രാജ്യാന്തര ട്രക്കിംഗ് ഗ്രൂപ്പിലെ 5 പേരാണ് വെള്ളപ്പൊക്കത്തിൽപ്പെട്ടത്. മരിച്ചവരിൽ ഒരു ഒമാൻ പൗരനും 3 അറബ് വംശജരും ഉൾപ്പെടുന്നതായും ഒരാളെ ഗുരുതര പരിക്കുകളോടെ എയർലിഫ്റ്റ് ചെയ്ത് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചതായും റോയൽ ഒമാൻ പോലീസ് പ്രസ്താവനയിൽ അറിയിച്ചു. സൗദിയിൽ ശമ്പളം വൈകിച്ചതുൾപ്പെടെ 1,07,000 നിയമലംഘനങ്ങൾ കണ്ടെത്തി. മാനവ വിഭവശേഷി സാമൂഹിക വികസന മന്ത്രാലയത്തിന് കീഴിൽ വിവിധ സ്വകാര്യ സ്ഥാപനങ്ങളിൽ നടത്തിയ പരിശോധനയിലാണ് ഇക്കാര്യങ്ങൾ കണ്ടെത്തിയത്. സ്ഥാപനങ്ങൾക്ക് പിഴയോ മുന്നറിയിപ്പ് നോട്ടീസോ നൽകുന്നതായും മന്ത്രാലയം അറിയിച്ചു. ഈ വർഷത്തിന്റെ ആദ്യ പകുതിയിൽ സൗദിയിൽ മാനവ വിഭവശേഷി സാമൂഹിക വികസന മന്ത്രാലയം നടത്തിയ പരിശോധനയിലാണ് നടപടി. വിവിധ സ്വകാര്യ മേഖലാ സ്ഥാപനങ്ങളിൽ 1,07,000 നിയമലംഘനങ്ങളാണ് കണ്ടെത്തിയത്. ഇതിനായി 7 ലക്ഷത്തോളം പരിശോധന നടത്തി. 88,000 സ്ഥാപനങ്ങൾക്ക് മുന്നറിയിപ്പ് നോട്ടീസ് നൽകിയിട്ടുണ്ട്. ശമ്പളം തടഞ്ഞുവെച്ച 16,000 കേസുകളുമുണ്ട്. ഓരോ മാസവും ശമ്പളം സമയത്ത് നൽകാത്ത 60,000 പരാതികളും ലഭിച്ചു. സൗദികൾക്ക് മാത്രമായി അനുവദിച്ച തൊഴിലിൽ വിദേശികളെ പ്രവേശിപ്പിച്ചതിന് 8,000 സ്ഥാപനങ്ങൾക്കും നോട്ടീസ് നൽകി. നിയമലംഘനം ആവർത്തിക്കുന്നവർ നഷ്ടപരിഹാരത്തിന് പുറമെ പിഴയും നൽകേണ്ടി വരും. 2024 ആദ്യ പകുതിയിൽ സ്വകാര്യ മേഖലയിലെ സ്വദേശിവൽക്കരണം 93.5% ഉയർത്താനായതായും മന്ത്രാലയം അറിയിച്ചു. തൊഴിൽ സംബന്ധമായ പരാതികൾ സൗദിയിൽ ജോലി ചെയ്യുന്നവർക്ക് 199111 എന്ന നമ്പറിലോ മന്ത്രാലയത്തിന്റെ ആപ്ലിക്കേഷൻ വഴിയോ അറിയിക്കാം. സാബിത് സലീം, മീഡിയ 1, ജിദ്ദ. സൗദിയിൽ വിദേശികളുടെ അവധിയിലും രാജ്യവുമായി ബന്ധപ്പെട്ട നിയമനങ്ങളിലും മാറ്റം വരുന്നു. തൊഴിൽ നിയമങ്ങളിൽ വരുത്തിയ മാറ്റങ്ങൾ ഗസറ്റിൽ പ്രസിദ്ധീകരിച്ചു. എതിർപ്പുകളോ തിരുത്തലോ ശുപാർശ ചെയ്തില്ലെങ്കിൽ 6 മാസത്തിനകം ഉത്തരവ് പ്രാബല്യത്തിലാകും. 2 ആഴ്ച മുമ്പ് സൗദി മന്ത്രിസഭ അംഗീകരിച്ച ഭേദഗതികളാണ് ഗസറ്റിൽ പ്രസിദ്ധീകരിച്ചത്. പരിഷ്കരിച്ച നിയമപ്രകാരം തൊഴിലാളികൾ രാജിക്കത്ത് നൽകിയാൽ 60 ദിനം വരെ അത് അംഗീകരിക്കാതിരിക്കാൻ തൊഴിലുടമയ്ക്ക് അധികാരമുണ്ട്. തൊഴിലാളിയില്ലാതെ സ്ഥാപനത്തിന് മുന്നോട്ടു പോകാനാകാത്ത സാഹചര്യത്തിലാണ് സ്ഥാപനത്തിന് ഈ നിലപാട് സ്വീകരിക്കാനാവുക. എന്നാൽ ഇത് സംബന്ധിച്ച് തൊഴിലാളിക്ക് തൊഴിലുടമ രേഖാമൂലമുള്ള അറിയിപ്പ് നൽകേണ്ടതാണ്. ഏത് സാഹചര്യത്തിലായാലും തൊഴിലാളി രാജി നോട്ടീസ് നൽകിയത് മുതൽ 30 ദിവസത്തിനകം തൊഴിലുടമ അതിനോട് പ്രതികരിക്കേണ്ടതാണ്. 30 ദിവസത്തിനകം പ്രതികരിക്കാത്ത സാഹചര്യത്തിൽ രാജി സ്വീകരിച്ചതായി പരിഗണിക്കും. എന്നാൽ രാജിക്കത്ത് സ്വീകരിക്കുന്നത് നീട്ടിവെക്കുന്നു എന്ന അറിയിപ്പ് തൊഴിലാളിക്ക് നൽകിയാൽ നീട്ടിവെച്ച കാലയളവ് അവസാനിക്കുന്നതോടെയാണ് കരാർ അവസാനിക്കുക. രാജി സമർപ്പിച്ച തൊഴിലാളിക്ക് 7 ദിവസത്തിനുള്ളിൽ രാജി പിൻവലിക്കാനും അവകാശമുണ്ട്. എന്നാൽ ഇതിനകം രാജി സ്വീകരിച്ചിട്ടുണ്ടെങ്കിൽ പിൻവലിക്കൽ സാധിക്കില്ല. മീഡിയ 1, റിയാദ്. ദുബൈയിൽ വേനലവധിക്ക് ശേഷം സ്കൂളുകൾ തുറക്കുന്നതിന്റെ പശ്ചാത്തലത്തിൽ അപകടരഹിത ദിനമായി തിങ്കളാഴ്ച ആചരിക്കും. അധ്യയന വർഷം ആരംഭത്തിൽ തന്നെ സുരക്ഷാ റോഡ് ഉറപ്പുവരുത്തുന്നതിനുള്ള ശ്രമങ്ങളുടെ ഭാഗമായാണ് ദിനാചരണം. ഡ്രൈവർമാരെ നിയമം പാലിക്കാൻ പ്രേരിപ്പിക്കുന്ന ബോധവൽക്കരണ ക്യാമ്പയിനുകളും അപകടരഹിത ദിനാചരണ ഭാഗമായി അരങ്ങേറും. വാഹനങ്ങൾക്കിടയിൽ നിശ്ചിത അകലം പാലിച്ചിരിക്കണമെന്നും കാൽനട യാത്രക്കാർക്കും അടിയന്തര വാഹനങ്ങൾക്കും മുൻഗണന നൽകണമെന്നും അധികൃതർ ഓർമ്മിപ്പിച്ചു. ഡ്രൈവർമാർക്ക് ലൈസൻസിലെ ബ്ലാക്ക് പോയിന്റുകൾ കുറയ്ക്കാനുള്ള മികച്ച അവസരം കൂടിയാണ് അപകടരഹിത ദിനാചരണം. ഓഗസ്റ്റ് 26-ന് അപകടമില്ലാതെ വാഹനം ഓടിച്ചാൽ 4 ബ്ലാക്ക് പോയിന്റുകൾ വരെ കുറയ്ക്കാനാകും. മന്ത്രാലയത്തിന്റെ വെബ്സൈറ്റിൽ നൽകിയ ട്രാഫിക് പ്രതിജ്ഞയിൽ ഒപ്പുവെച്ച് ആർക്കും ക്യാമ്പയിന്റെ ഭാഗമായി മാറാം.
ഡ്രൈവർമാരെ ഗതാഗത നിയമങ്ങളിൽ ബോധവാന്മാരാക്കി ഉത്തരവാദിത്തമുള്ള ഡ്രൈവിംഗ് സംസ്കാരം പ്രോത്സാഹിപ്പിക്കുകയാണ് ക്യാമ്പയിൻ മുഖേന ലക്ഷ്യമിടുന്നതെന്ന് ആഭ്യന്തര മന്ത്രാലയം അറിയിച്ചു. രാജ്യത്തെ സ്കൂളുകൾ പുതിയ അധ്യയന വർഷത്തിലേക്ക് പ്രവേശിക്കാനിരിക്കെ സുരക്ഷ ഉറപ്പുവരുത്താൻ വിവിധ എമിറേറ്റുകൾ ഊർജിതമായ നടപടികൾ സ്വീകരിച്ചു വരികയാണ്. മീഡിയ 1 ദുബൈ. ഖത്തറിൽ വിദ്യാർത്ഥികളെ സ്കൂളിലേക്ക് വരവേൽക്കാൻ ബാക്ക് ടു സ്കൂൾ ക്യാമ്പയിൻ പുരോഗമിക്കുന്നു. എന്റെ വിദ്യാലയം എന്റെ രണ്ടാം വീട് എന്ന പ്രമേയത്തിലാണ് ക്യാമ്പയിൻ നടക്കുന്നത്. അവധിക്കാലം കഴിഞ്ഞെത്തുന്ന കുട്ടികളെ വരവേൽക്കാനുള്ള തയ്യാറെടുപ്പിലാണ് സ്കൂളുകൾ. വിദ്യാഭ്യാസ മന്ത്രാലയത്തിന്റെ നേതൃത്വത്തിൽ എന്റെ വിദ്യാലയം എന്റെ രണ്ടാം വീട് ബാക്ക് ടു സ്കൂൾ ക്യാമ്പയിൻ സജീവമാണ്. ഈ മാസം 31 വരെ ക്യാമ്പയിൻ തുടരും. വിദ്യാർത്ഥികൾക്ക് രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിലായി വിനോദ വിജ്ഞാന പരിപാടികളും പരിശീലനങ്ങളും ഒരുക്കിയിട്ടുണ്ട്. മുഷൈരിബ് ഗലേറിയ മാളിൽ ദിവസവും വൈകിട്ട് 4 മുതൽ രാത്രി 10 വരെ പഴയ സ്കൂൾ ഓർമ്മകളുമായാണ് ബാക്ക് ടു സ്കൂൾ തുറന്നു നൽകുന്നത്. സ്കൂൾ പുസ്തകങ്ങളുടെ പ്രദർശനം, പഴയ ഉപകരണങ്ങൾ, ചിത്രങ്ങൾ, സ്കൂൾ ഫിലിം, വിവിധ പഠനോപകരണങ്ങൾ, ക്യാമ്പയിൻ ആസ്ഥാനത്തിനു മുന്നിൽ മൊബൈൽ സ്കൂൾ ലൈബ്രറി എന്നിവയും സജ്ജീകരിക്കുന്നുണ്ട്. കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരുപോലെ സ്കൂൾ അനുഭവങ്ങൾ പകരുന്നതാണ് പരിപാടി. ദോഹ ഫെസ്റ്റിവൽ സിറ്റിയിൽ നാളെ മുതൽ ഈ മാസം 31 വരെ വൈവിധ്യമാർന്ന ബാക്ക് ടു സ്കൂൾ പരിപാടി അരങ്ങേറും. ദിവസവും വൈകിട്ട് 3 മുതൽ രാത്രി 9 വരെ കുട്ടികൾക്ക് കളികളും പഠന പ്രവർത്തനങ്ങളും ഒരുക്കും. സെപ്റ്റംബർ 1 ഖത്തറിലെ സർക്കാർ സ്വകാര്യ സ്കൂളുകളിൽ അധ്യയന വർഷം ആരംഭിക്കുന്നത്. മീഡിയ 1 ദോഹ. ദുബൈയിലെ വ്യാപാരി സയ്യിദ് അബ്ദുള്ള അൽ ഖത്താൽ അൽ മുഹൈരി അന്തരിച്ചു. 62 വയസ്സായിരുന്നു. ദുബൈയിലെ അൽ അവീർ പച്ചക്കറി മാർക്കറ്റിന്റെ മുന്നേറ്റത്തിൽ വലിയ പങ്കുവഹിച്ച വ്യക്തിയാണ് ഇദ്ദേഹം. UAE-യിലെ സ്വദേശി കർഷകരുടെ ഉൽപ്പന്നങ്ങൾ മുഖ്യധാര വിപണിയിലെത്തിക്കാൻ നേതൃത്വം നൽകി. മലയാളികൾക്ക് സുപരിചിതനായ വ്യാപാര പ്രമുഖനും ജീവകാരുണ്യ പ്രവർത്തകനുമായിരുന്നു സയ്യിദ് അബ്ദുള്ള അൽ ഖത്താൽ. കുവൈത്തിലെ ഷുവൈക്കിൽ നിന്ന് 125 കിലോ പഴകിയ മാംസം കണ്ടെത്തി. പബ്ലിക് അതോറിറ്റി ഫോർ ഫുഡ് ആൻഡ് ന്യൂട്രീഷൻ നടത്തിയ പരിശോധനയിലാണ് പ്രദേശത്തെ ഭക്ഷ്യവിതരണ സ്ഥാപനങ്ങളിൽ നിന്ന് പഴകിയ മാംസം ഉൾപ്പെടെ പിടിച്ചെടുത്തത്. തുടർച്ചയായി നിയമലംഘനങ്ങൾ കണ്ടെത്തിയ സാഹചര്യത്തിലാണ് നടപടികൾ സ്വീകരിച്ചതെന്ന് അധികൃതർ വ്യക്തമാക്കി. അനുമതിയില്ലാതെ സ്വകാര്യ വസതിയിൽ പ്രവേശിക്കാൻ നിയമം ഭേദഗതി ചെയ്തിട്ടില്ലെന്ന് കുവൈത്ത് മുനിസിപ്പാലിറ്റി. ഇതു സംബന്ധമായി നേരത്തെ നിയമം ഭേദഗതി ചെയ്യുമെന്ന റിപ്പോർട്ടുകൾ പ്രചരിച്ചിരുന്നു. തെറ്റായ വാർത്തകൾ പ്രസിദ്ധീകരിച്ചവർക്കെതിരെ നടപടികൾ സ്വീകരിക്കുമെന്ന് മുനിസിപ്പാലിറ്റി അധികൃതർ അറിയിച്ചു. സൗദി അൽ ഖസീം നവോദയ സാംസ്കാരിക സംഘടനയുടെ ലോഗോ പ്രകാശനം ചെയ്തു. അൽ ഖസീം എംബസി കോർഡിനേറ്റർ ഹരിലാലാണ് പ്രകാശനം നിർവഹിച്ചത്. ബുറൈദ സൈൻ ഹോട്ടലിലായിരുന്നു ചടങ്ങ്. സുധീർ കായംകുളം, വിപിൻ സജി തോമസ്, ഡൈജി രഞ്ജൻ, അശ്വാതി അരുൺ, ജോബി എന്നിവർ ചടങ്ങിൽ സംസാരിച്ചു. ജീവകാരുണ്യ പ്രവർത്തനങ്ങളാണ് സംഘടന പ്രധാനമായും ലക്ഷ്യമിടുന്നത്. നവോദയ സാംസ്കാരിക വേദി സൗദി അൽ ഖോബാർ ഘടകം നവംബറിൽ മിസ്റ്റ് എന്ന പേരിൽ സാംസ്കാരിക സന്ധ്യ സംഘടിപ്പിക്കും. അൽ ഖോബാർ അൽ ഗുസൈബി ട്രൈലാൻഡിൽ വെച്ചാണ് പരിപാടി. സ്വാഗത സംഘം രൂപീകരിച്ചു. ബഷീർ വരോട് ഉദ്ഘാടനം ചെയ്തു. ഫെസ്റ്റിന്റെ ലോഗോ പ്രകാശനവും നിർവഹിച്ചു. ദമാമിലെ പ്രധാന റോഡുകളിലൊന്നായ കിങ് അബ്ദുൽ അസീസ് റോഡിന്റെ നിർമ്മാണ പ്രവൃത്തികൾ അതിവേഗം പൂർത്തീകരിച്ചു വരുന്നതായി പ്രവിശ്യ ഗവർണറേറ്റ് അറിയിച്ചു. ഗതാഗത കുരുക്ക് ഒഴിവാക്കുന്നതിന്റെ ഭാഗമായി ട്രാഫിക് സിഗ്നൽ ഒഴിവാക്കിയാണ് പുതിയ സംവിധാനം ഒരുങ്ങുന്നത്. നഗരത്തിലെ ഗതാഗതക്കുരുക്കിന് പരിഹാരമായാണ് പുതിയ സംവിധാനം ഒരുക്കുന്നത്. കിങ് അബ്ദുൽ അസീസ് റോഡിൽ നിന്നും ഉമർ ബിൻ അബ്ദുൽ അസീസ് റോഡിലേക്കുള്ള പ്രവേശന ഭാഗത്തായാണ് പുതിയ ഇന്റർസെക്ഷൻ ഒരുങ്ങുന്നത്. പഴയ സിഗ്നൽ സംവിധാനം പൂർണ്ണമായും ഒഴിവാക്കിയാണ് പുതിയ നിർമ്മാണ രീതി. എളുപ്പത്തിൽ വാഹനങ്ങൾക്ക് ഇരു റോഡുകളിലേക്കും പ്രവേശനം സാധ്യമാക്കുന്ന രീതിയിലാണ് സംവിധാനം ഒരുക്കുക. പദ്ധതിയുടെ നിർമ്മാണ പ്രവൃത്തികൾ അതിവേഗം പുരോഗമിക്കുന്നതായി മുനിസിപ്പാലിറ്റി അധികൃതർ അറിയിച്ചു. നൌഷാദ് റിക്കൂർ, മീഡിയ 1, ദമ്മാം. ബാലവേദി കുവൈത്ത് സ്വാതന്ത്ര്യദിനാഘോഷം സംഘടിപ്പിച്ചു. പാകിസ്ഥാൻ ഓക്സ്ഫോർഡ് സ്കൂൾ ഓഡിറ്റോറിയത്തിൽ നടന്ന ചടങ്ങിൽ ബ്രയൻ ബെൻസിൽ അധ്യക്ഷത വഹിച്ചു. എലിസബത്ത് തോമസ് ഉദ്ഘാടനം ചെയ്തു. അനാബിക സനൽ സ്വാതന്ത്ര്യദിന സന്ദേശം നൽകി. വയനാട് ദുരിതബാധിതർക്കായി ബാലവേദി കുവൈത്ത് സംഘടിപ്പിക്കുന്ന ക്യാമ്പയിനും ചടങ്ങിൽ തുടക്കം കുറിച്ചു. കലാകുവൈത്തിന്റെ നേതൃത്വത്തിൽ നടത്തുന്ന വയനാടിനായി കൈകോർക്കാം ക്യാമ്പയിന്റെ ഭാഗമായി കേരള ആർട്ട് ലവേഴ്സ് അസോസിയേഷൻ പ്രവർത്തകർ 10 ലക്ഷം രൂപ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് നൽകി. ആദ്യഘട്ടത്തിൽ അടിയന്തര സഹായമായി കലാകുവൈത്ത് 10 ലക്ഷം രൂപ നൽകിയിരുന്നു.
ദുബൈയിൽ ബൈക്ക് അപകടത്തിൽ മലയാളി യുവാവും മരിച്ചു. തിരുവനന്തപുരം പോത്തൻകോട് നന്നാട്ടുകാവ് സ്വദേശി ആരിഫ് മുഹമ്മദാണ് മരിച്ചത്. 33 വയസ്സായിരുന്നു. അൽ മക്തൂം എയർപോർട്ട് റോഡിൽ ഇന്നലെ രാവിലെ ബൈക്ക് ഡിവൈഡറിലിടിച്ചാണ് അപകടമുണ്ടായത്. ഡിജിറ്റൽ മാർക്കറ്റിംഗ് കമ്പനിയിൽ ഡേറ്റാ സയന്റിസ്റ്റായി ജോലി ചെയ്യുകയായിരുന്നു ആരിഫ്. ഷാർജയിൽ നിയന്ത്രണം വിട്ട കാർ പാലത്തിൽ നിന്ന് കടലിലേക്ക് വീണ് 4 യുവാക്കൾ മരിച്ചു. ഷാർജ സെൻട്രൽ മാർക്കറ്റിന് സമീപം ഖാലിദ സ്ട്രീറ്റിലാണ് അപകടമുണ്ടായത്. മരിച്ചവർ സിറിയ, ഈജിപ്ത് എന്നീ രാജ്യങ്ങളിലെ പൗരന്മാരാണ്. വെള്ളിയാഴ്ച പുലർച്ചെയായിരുന്നു അപകടം. കാറിലുണ്ടായിരുന്ന 3 പേരും സംഭവ സ്ഥലത്ത് തന്നെ മരിച്ചു. ചികിത്സയിലിരിക്കെയാണ് ഒരാളുടെ മരണം. ജൂലൈ മാസത്തിൽ സൗദിയിൽ ഏറ്റവും കൂടുതൽ പേർ ആശ്രയിച്ചത് ജിദ്ദ വിമാനത്താവളത്തെ. അൽജൌഫ് പ്രവിശ്യയിലെ ഹുറിയാത്ത് എയർപോർട്ടാണ് സമയനിഷ്ഠയിൽ ഒന്നാമത്. സൗദി സിവിൽ ഏവിയേഷൻ അതോറിറ്റിയാണ് റിപ്പോർട്ട് പുറത്തുവിട്ടത്. ആഭ്യന്തര അന്താരാഷ്ട്ര വിമാനത്താവളങ്ങളുമായി ബന്ധപ്പെട്ട റിപ്പോർട്ടാണ് പുറത്തുവിട്ടത്. സൗദി സിവിൽ ഏവിയേഷൻ അതോറിറ്റിയുടേതാണ് റിപ്പോർട്ട്. 150 ലക്ഷത്തിലധികം യാത്രക്കാർ ഉപയോഗിക്കുന്ന വിമാനത്താവളങ്ങളുടെ പട്ടികയിലാണ് ഒന്നാമതായി ജിദ്ദ വിമാനത്താവളം ഇടം പിടിച്ചത്. 2ാം സ്ഥാനത്ത് റിയാദിലെ കിങ് ഖാലിദ് അന്താരാഷ്ട്ര വിമാനത്താവളമാണ്. 50 ലക്ഷം മുതൽ 150 ലക്ഷം വരെ യാത്രക്കാരുള്ള വിമാനത്താവളങ്ങളുടെ പട്ടികയിൽ പ്രിൻസ് മുഹമ്മദ് ബിൻ അബ്ദുൽ അസീസ് അന്താരാഷ്ട്ര വിമാനത്താവളവും കിങ് ഫഹദ് അന്താരാഷ്ട്ര വിമാനത്താവളവും 1ഉം 2ഉം സ്ഥാനങ്ങൾ കരസ്ഥമാക്കി. 20 ലക്ഷം മുതൽ 50 ലക്ഷം വരെ യാത്രക്കാരുള്ള വിമാനത്താവളങ്ങളുടെ പട്ടികയിൽ ജിസാനിലെ അബ ഇന്റർനാഷണൽ എയർപോർട്ട് 1ാം സ്ഥാനം നിലനിർത്തി. 20 ലക്ഷം യാത്രക്കാർക്ക് താഴെയുള്ള അന്താരാഷ്ട്ര വിമാനത്താവളങ്ങളിൽ 1ാം സ്ഥാനത്തുള്ളത് അൽ കൈസുമ ഇന്റർനാഷണൽ എയർപോർട്ടാണ്. സമയനിഷ്ഠയിലും സ്ഥാനം മെച്ചപ്പെടുത്താൻ കൈസുമ വിമാനത്താവളത്തിനായിട്ടുണ്ട്. അൽ ജൌഫ് പ്രവിശ്യയിലെ കുറിയാത്ത് എയർപോർട്ടാണ് സമയനിഷ്ഠയിൽ 1ാമതെത്തിയത്. ആഭ്യന്തര വിമാനത്താവളങ്ങളിലൊന്നാണ് കുറിയാത്ത് എയർപോർട്ട്. മിഷാൽ ചെർപ്പുളശ്ശേരി, മീഡിയ 1, റിയാദ്. മുംബൈ കുവൈത്ത് സെക്ടറിൽ സർവീസ് ആരംഭിച്ച ആകാശ എയറിന് കുവൈത്തിൽ ഉജ്ജ്വല സ്വീകരണം. കുവൈത്ത് അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ ഇന്ത്യൻ അംബാസഡർ ഡോക്ടർ ആദിഷ് വൈക്ക, എംബസി ഉദ്യോഗസ്ഥർ എന്നിവർ വിമാനത്തെ സ്വീകരിച്ചു. വിമാനത്താവളത്തിലെ ആകാശ എയർ കൗണ്ടറും അംബാസഡർ ഉദ്ഘാടനം ചെയ്തു. വെള്ളിയാഴ്ചയാണ് ആകാശ എയർ മുംബൈ കുവൈത്ത് സെക്ടറിൽ സർവീസ് ആരംഭിച്ചത്. കോഴിക്കോട് ജില്ലാ അസോസിയേഷൻ കുവൈത്ത് 2023-24 വർഷത്തെ വിദ്യാഭ്യാസ അവാർഡുകൾക്കുള്ള അപേക്ഷകൾ ക്ഷണിച്ചു. 2023-24 അധ്യയന വർഷത്തെ 10-12 ക്ലാസുകളിൽ പൊതുപരീക്ഷയിൽ 80% കൂടുതൽ മാർക്ക് നേടിയ അസോസിയേഷൻ അംഗങ്ങളുടെ മക്കളെയാണ് ആദരിക്കുന്നത്. അപേക്ഷകൾ സെപ്റ്റംബർ 25 മുൻപായി സമർപ്പിക്കണം. ഒമാനിൽ തൊഴിലുടമകൾക്കുള്ള മാർഗനിർദ്ദേശങ്ങൾ മന്ത്രാലയം പുറത്തിറക്കി. അപകടങ്ങൾ തടയുന്നതിനും എല്ലാ ജീവനക്കാർക്കും സുരക്ഷിതമായ തൊഴിലന്തരീക്ഷം ഉറപ്പാക്കുന്നതിനുമാണ് നടപടികൾ. ഒമാനിൽ തൊഴിൽ നിയമങ്ങൾ പ്രകാരം തൊഴിലാളികൾ ജോലിയിലായിരിക്കുമ്പോൾ അവരുടെ സുരക്ഷയ്ക്കായി ആവശ്യമായ എല്ലാ നടപടികളും സ്വീകരിക്കാൻ തൊഴിലുടമകളോ അവരുടെ പ്രതിനിധികളോ നിർബന്ധിതരാണെന്ന് തൊഴിൽ മന്ത്രാലയം വ്യക്തമാക്കി. ഗോഡൌണുകളിൽ സംരക്ഷിച്ചു വെക്കുന്ന വസ്തുക്കളുടെ ക്രമീകരണം നേരായ രീതിയിലായിരിക്കണം. സ്റ്റോറേജ് ലൊക്കേഷനുകൾ വ്യക്തമായി അടയാളപ്പെടുത്തുകയും ആവശ്യത്തിന് മെറ്റൽ റാക്കുകളും ഷെൽഫുകളും ക്രമീകരിക്കുകയും വേണം. അപകട സാധ്യത കുറയ്ക്കാൻ സീലിംഗിൽ നിന്ന് കുറഞ്ഞത് 3 അടി അകലത്തിൽ മാത്രമേ വസ്തുക്കൾ സൂക്ഷിക്കാവൂ. കൂടാതെ ജോലിസ്ഥലത്ത് ആവശ്യത്തിന് വായുസഞ്ചാരം ഉറപ്പാക്കണം. സുരക്ഷ കൂടുതൽ മെച്ചപ്പെടുത്തുന്നതിന് ഷെൽഫുകളിൽ നിന്ന് വസ്തുക്കൾ എടുക്കാനും വെക്കാനും സുരക്ഷിതമായ ഗോവണി നൽകേണ്ടതിന്റെ പ്രാധാന്യവും നിർദ്ദേശത്തിൽ മന്ത്രാലയം വ്യക്തമാക്കുന്നു. മീഡിയ 1, മസ്കത്ത്. ഒമാനിൽ പ്രവാസിയായിരുന്ന ആലപ്പുഴ സ്വദേശി ഹൃദയാഘാതം മൂലം മരിച്ചു. കുട്ടനാട് സ്വദേശി റോബിൻ മാത്യു ആണ് മരണപ്പെട്ടത്. മസ്കത്തിൽ 13 വർഷം ജോലി ചെയ്ത റോബിൻ സ്വകാര്യ സ്ഥാപനത്തിൽ സൗണ്ട് എഞ്ചിനീയറായിരുന്നു. ബഹ്റൈനിൽ വാഹനാപകടത്തിൽ മലയാളി മരിച്ചു. റിഫയ്ക്ക് സമീപമുണ്ടായ വാഹനാപകടത്തിൽ തിരുവല്ല സ്വദേശി യോഹന്നാൻ മത്തായിയാണ് മരിച്ചത്. തുടർ നടപടികൾ സ്വീകരിച്ചതായി ആഭ്യന്തര മന്ത്രാലയം അറിയിച്ചു.